കേരളത്തിൽ സംസ്ഥാന സമിതി ഓഫീസിലടക്കം പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിൽ വ്യാപക പോലീസ് റെയ്ഡ്. കണ്ണൂർ ജില്ലയിൽ രണ്ടിടത്ത് നിന്നായി സ്റ്റീൽ ബോംബ് അടക്കം 26 ബോംബുകൾ പിടിച്ചെടുത്തു. വാളുകളും 20 ദണ്ഡുകളും പിടിച്ചിട്ടുണ്ട്. സംസ്ഥാന സമിതി ഓഫീസിൽ ദേശീയ പതാക അപമാനിക്കും വിധം സൂക്ഷിച്ചതിന് പോപ്പുലർ ഫ്രണ്ടിനെതിരെ കസബ പോലീസ് കേസെടുത്തു. റെയ്ഡിനെതിരെ പ്രതിഷേധിച്ച 50 പ്രവർത്തകർക്കെതിരെയും കേസുണ്ട്. മലബാറിൽ ഏതാണ്ട് ഒരേ സമയത്തായിരുന്നു പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിൽ പോലീസ് റെയ്ഡ് നടത്തിയത്. പാനൂർ പാറാട്ടിൽ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നാണ് 8 സ്റ്റീൽ ബോംബുകളും നാടൻ ബോംബും കണ്ടെടുത്തത്. ഇരിട്ടി പുന്നാടിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ പരിസരത്തെ പറമ്പിൽ നിന്ന് 17 ബോംബുകൾ കണ്ടെടുത്തു. പയ്യന്നൂരിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകന്റെ വീട്ടിൽ നിന്നാണ് വാളുകൾ പിടിച്ചെടുത്തത്. തളിപ്പറമ്പ് മന്നയിലെ പോപ്പുലർ ഫ്രണ്ട് ഓഫീസിൽ നിന്ന് 5 ഇരുമ്പ് ദണ്ഡുകളും പിടിച്ചു. കോഴിക്കോട് നഗരത്തിലെ സംസ്ഥാന സമിതി ഓഫീസിൽ നിന്ന് സിഡികൾ, പുസ്തകങ്ങൾ, ലഘുലേഖകൾ എന്നിവയാണ് പോലീസ് എടുത്തത്. വീടുകളിൽ നടക്കുന്നുണ്ട്, പ്രധാനപ്പെട്ട ആളുകളുടെ എല്ലാം വീടുകൾ നടക്കുന്നുണ്ട്. കാരണം വെറും ഓഫീസുകൾ കേന്ദ്രീകരിച്ചിട്ട് നടന്നുള്ളന്നില്ലാത്തതുകൊണ്ട് വീടുകൾ കേന്ദ്രീകരിച്ചിട്ടും മറ്റ് സംശയകരമായ സാഹചര്യത്തിൽ അല്ലെങ്കിൽ മറ്റു ഹൈഡ് ഔട്ട്സുകളുടെ ഇടയിൽ തങ്ങാൻ സാധ്യതയുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ നമ്മൾ നോക്കുന്നുണ്ട്. സിറ്റി പോലീസിന് കീഴിൽ 25 കേന്ദ്രങ്ങളിലായിരുന്നു പരിശോധന. നാദാപുരത്ത് പോപ്പുലർ ഫ്രണ്ട് നേതാവിന്റെ വീട്ടിൽ നിന്ന് സിഡികൾ കിട്ടി. കുറ്റ്യാടി, താമരശ്ശേരി എന്നിവിടങ്ങളിലും പരിശോധനയുണ്ട്. കാസർഗോഡ് പെരുമ്പളക്കടവിൽ SDPI ഓഫീസിൽ നിന്ന് കമ്പ്യൂട്ടറും സിഡിയും പിടിച്ചു. ലഘുലേഖകൾ ഓഫീസിന് മുന്നിൽ കത്തിച്ച നിലയിൽ കണ്ടെത്തി. പോലീസ് എത്തുന്നതിന് തൊട്ടുമുൻപ് കത്തിച്ചതാണെന്നാണ് നിഗമനം. നഗരത്തിലും തൃക്കരിപ്പൂരിലും റെയ്ഡുണ്ടായി. വയനാട്ടിൽ 5ഇടത്തായിരുന്നു പരിശോധന. പാലക്കാട്ട്, ഒറ്റപ്പാലത്തും ഷൊർണൂരിലും പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ വീടുകളിലായിരുന്നു പോലീസ്